കഴിഞ്ഞ 2 വർഷം ഞാൻ യൂറോപ്പിൽ നിൽക്കുമ്പോൾ ക്രിസ്മസ് എന്ന ദിവസമൊക്കെ കഴിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞാൻ ലിത്വാനിയയിലായിരിക്കുമ്പോൾ ഞാൻ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നാട്ടിലെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ മനസ്സിലാലോചിച്ച് അങ്ങനെ നിന്ന് അടുക്കളയിൽ കുക്ക് ചെയ്യണത്. അന്ന് എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നി. അങ്ങനെ ഒട്ടും വിചാരിക്കാണ്ടാണ് ഈ ക്രിസ്മസിന് ഞാൻ നാട്ടിൽ വന്ന് പെട്ടത്. ഹലോ, എന്തൊരു പരിപാടി? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളില്ലെങ്കിലും ഈ ക്രിസ്മസിനെ പറ്റുന്ന പോലെ നാട്ടിലെ ആഘോഷമാക്കി മാറ്റാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കുട്ടിക്കാലത്തിലെ പോലെ ഒരു കുഞ്ഞ് ക്രിസ്മസ് കൂടെ ഉണ്ടാക്കാനും അതിനെ പറ്റുന്ന പോലെയൊക്കെ അലങ്കോലാക്കാനൊക്കെ ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചു. എന്റെ ക്രിസ്മസിനെ വെറും ക്രിസ്മസ് കൂടിന് മാത്രം ഞാൻ ഒതുക്കിയില്ല. കൂട്ടത്തില് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി. എന്തോ ഭാഗ്യത്തിന് അതൊരു സമ്പൂർണ്ണ വിജയമായി. പണ്ടൊക്കെ കസിൻസ് വെക്കേഷൻ വരുമ്പോ എല്ലാവരും കൂടിയായിരുന്നു ക്രിസ്മസ് കൂടെ ഉണ്ടാക്കിയിരുന്നത്. അന്ന് ഉണ്ടാക്കിയിരുന്നത് നല്ല നല്ല ഓർമ്മകളായിരുന്നു എന്ന് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഒരിക്കലും നമുക്ക് ആ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സമയം ഉപയോഗിച്ച് നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം കുറെ കാലങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച നല്ല ഓർമ്മകൾ മാത്രമേ നമ്മുടെ കൂട്ടിലുണ്ടാവുള്ളൂ. കഴിഞ്ഞൊരു വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും നല്ല ഓർമ്മ എന്താണെന്ന് വെച്ചാൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന വലിയൊരു യൂട്യൂബ് ഫാമിലി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പൊ എല്ലാവർക്കും എന്റെ വക ഒരു അടിപൊളി ഹാപ്പി ക്രിസ്മസ്.